ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ പോകാം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ ഗുജറാത്തിലാണ് കേട്ടോ. അപ്പോൾ എൻ്റെ അച്ഛൻ ഇവിടെ ആർമിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടി ഈ വെക്കേഷനിൽ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗുജറാത്തിലേക്ക് വന്നതാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആയിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഗുജറാത്തിലെ ഏകതാ നഗറിലെ നർമ്മദ റിവറിൻ്റെ അരികിലായിട്ടാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വലിയൊരു പാലത്തിൻ്റെ മുകളിലേക്കൂടെയാണ് കേട്ടോ. നമുക്ക് അങ്ങ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ നർമ്മദ റിവറൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫുൾ ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുള്ള് ചെടികളെല്ലാം പിടിപ്പിച്ചിട്ടാണുള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കിടക്കുന്ന ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൾ സൈഡ്സ് ഇങ്ങനെ സ്റ്റോൺസ് പിടിപ്പിച്ചിട്ട് കാണാൻ പറ്റും. ഇത് വലിയൊരു ഹൈവേ പോലെയാണ് ഇവർ ആക്കിയിട്ടുള്ളത്. നിങ്ങൾ ഓറഞ്ച് ബസ് കണ്ട, അതിനകത്താണ് നമുക്ക് സ്റ്റാച്യൂവിലേക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മുടെ ആ ഓറഞ്ച് ബസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്കാണ് എൻ്റെ അച്ഛനും അനിയനും പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഫുൾ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടാണുള്ളത്. അപ്പോൾ ഇവിടെ ഗ്ലാസ് ഉണ്ടോയെന്ന് പോലും മനസ്സിലാവില്ല, അത്രയ്ക്കും ക്ലീനാണ്, ക്ലിയർ ആയിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നമ്മൾ ബസ്സിൽ കയറി. ബസ്സിൻ്റെ മുകളിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ബസ്സും നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. ഈ ബസ്സിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ഇത് AC ബസ്സാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സ്ഥലങ്ങളെല്ലാം ചുറ്റി കണ്ടിട്ട് നമുക്ക് പോകാൻ പറ്റും. നിങ്ങൾക്ക് സൈഡെല്ലാം നോക്കിയാൽ കാണാൻ പറ്റും, ഫുൾ എക്കോ ഫ്രണ്ട്ലി സ്ഥലം തന്നെയാണ്. ഇതെന്തായാലും പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. ഫുൾ ഇവിടെയൊക്കെ റിസോർട്ടുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ബസ്സിൻ്റെ അകത്ത് ഒരു 50% ആൾക്കാർ കയറിയാൽ മാത്രമേ ഇത് അവിടെ നിന്ന് സ്റ്റാർട്ടാകത്തുള്ളൂ. അവിടെ നിന്ന് നമ്മൾ കുറേ പോകാനുണ്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി കാണാൻ വേണ്ടി. അപ്പോൾ നമുക്ക് രണ്ട് സൈഡിലും ഒരുപാട് ഫ്ലവേഴ്സും ട്രീസും മലനിരകളും അതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിലേക്ക് പോകാം കേട്ടോ. ഇവിടെ ഒരുപാട് സ്റ്റോൺസിനെ കൊണ്ട് ഇങ്ങനെ സ്റ്റാച്യൂസൊക്കെ ചെറിയ ചെറിയ സ്റ്റാച്യൂസൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് ട്രീസും ഫ്ലവേഴ്സും ആണ് കേട്ടോ. ഫുൾ ഇവിടെ ഇങ്ങനെ നിരത്തി പിടിപ്പിച്ചിരിക്കുകയാണ് ഫ്ലവേഴ്സ് മുഴുവൻ. ഇവിടെ അതുപോലെ പാം ട്രീസൊക്കെ ഒരുപാട് ഇങ്ങനെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങ് നോക്കിയാൽ കാണാൻ പറ്റും, നമുക്ക് നർമ്മദ റിവർ കാണാൻ പറ്റും കേട്ടോ. ഒരുപാട് വലിയൊരു റിവറാണിത്. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ഒരുപാട് മൗണ്ടെയ്ൻസും കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഭയങ്കര ക്വയറ്റ് ആൻഡ് ക്ലിയർ ആയിട്ടുള്ള സ്ഥലം തന്നെയാണ്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇവിടെ അങ്ങനെ പൊല്യൂഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നല്ല ഒരുപാട് ചെറിയ ചെറിയ വീടുകളുണ്ട് ഇവിടെ ഇങ്ങനെ. അതുപോലെ തന്നെ നല്ല റോഡും നല്ല സീനറിയും ഒക്കെ നമുക്ക് കണ്ടുകൊണ്ട് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ട്. അതുകൊണ്ടാണ് ബസ് ഇത്തിരി സ്പീഡ് പോകുന്നത്. പിന്നെ അവിടെ നല്ല റോഡായതുകൊണ്ടായിരിക്കും ഇത് കുറച്ചും കൂടി സ്പീഡിൽ പോകുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഫുള്ളിങ്ങനെ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങ് ദൂരെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാച്യു ഇപ്പോൾ കാണും. കണ്ടോ, നല്ല വലിയ സ്റ്റാച്യു ആണ്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ തന്നെ നല്ല വലുതായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ ഈ സ്റ്റാച്യുവിൻ്റെ അടുത്തേക്ക് നമ്മളിനി കുറച്ചും കൂടി പോകാനുണ്ട്. അതും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ വേൾഡ്സ് ലോങ്ങസ്റ്റ് സ്റ്റാച്യു ആണിത്. ആൻഡ് ഇതിന് 182 meters ആൻഡ് അബൌട്ട് 597 feet ആണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റാച്യു ഓഫ് ലിബർട്ടിനെക്കാട്ട് ഒരുപാട് വലുതാണ് കേട്ടോ. സത്യത്തിൽ ഞാനിവിടെ എത്തുന്നതിനും വരെ ഇത്രയും വലുതാണ് സ്റ്റാച്യു എന്ന് അറിയില്ലായിരുന്നു.
ഇറ്റ് വാസ് വെരി വെരി ബിഗ് ആയിട്ടുള്ളൊരു സ്റ്റാച്ചു തന്നെയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാച്ചുവിൻ്റെ മുകളിൽ വരെ പോകാൻ പറ്റും കേട്ടോ. ഏകദേശം 4 years വരെ എടുത്തായിരുന്നു ഇത് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി. കാരണം അത്രയ്ക്കും പെർഫെക്ഷനിലോടെ തന്നെയാണ് ഈ സ്റ്റാച്ചു നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്റ്റാച്ചു നിൽക്കുന്ന അവിടെ നിങ്ങൾക്കൊരു ബിൽഡിംഗ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലും കയറാൻ പറ്റും കേട്ടോ. അവിടെ നമുക്ക് ഒരുപാട് മ്യൂസിയമും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇത് October 31, 2018 സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ബർത്ത്ഡേക്കാണ് ഇത് ലോഞ്ച് ചെയ്തത്. നിങ്ങൾക്കിവിടെ ഒരുപാട് ഹട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അതുപോലെ എല്ലാ കൺട്രീസിൻ്റെയും ഫ്ലാഗ് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ബോർഡും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ മുന്നിലോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് വലിയ ഹട്ട് പോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. അതിലൂടെ ഒക്കെ നമുക്ക് നടന്നിട്ടാണ് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളെ പോലെ തന്നെ കുറേ ഓറഞ്ച് ബസ് ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പിങ്ക് ഓട്ടോസും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ അതിന് നമ്മൾ പേ ചെയ്യണം. ഈ പിങ്ക് ഓട്ടോ പെട്ടെന്ന് ഇവിടെ എത്തും. അതുകൊണ്ടാണ് അതിൽ കുറച്ച് ആൾക്കാർ അതിൽ കയറുന്നത്. നമ്മുടെ ബസ്സാണെങ്കിലും എല്ലാ സ്ഥലത്തു നിന്നും ഓരോ കാഴ്ചകളൊക്കെ കാണിച്ച് മാത്രമേ ഇവിടെ എത്തിക്കുള്ളൂ. അപ്പോൾ അത് രണ്ടും തമ്മിൽ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നോക്കിയാൽ കാണാൻ പറ്റും ആ സ്റ്റാച്ചുവിനെ. അപ്പോൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് നർമ്മദ റിവറാണ്. അപ്പോൾ അതിൻ്റെ ദൂരെ അങ്ങോട്ട് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങ് ദൂരെ നിങ്ങൾക്ക് അങ്ങ് ഡാമിലേക്ക് പോകാൻ പറ്റും. നർമ്മദ റിവറിലെ വെള്ളം പോകുന്ന ഡാമുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ എല്ലാം കണ്ട് കഴിഞ്ഞിട്ട് മാത്രമേ അങ്ങോട്ടേക്ക് പോകുന്നുള്ളൂ. അപ്പോൾ അച്ഛനും അനിയനും അങ്ങ് ദൂരെ പോകുന്നുണ്ട്. അതിൻ്റെ ബാക്കിൽ തന്നെ ഞാനും അമ്മയും വരുന്നുണ്ട് കേട്ടോ. ഇന്ന് ദൂരെ നോക്കിയെങ്കിൽ എൻട്രി ഫോർ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്ന് കാണാൻ പറ്റും. അത് ഉദ്ദേശിക്കുന്നത് എവിടെയാണ് എൻട്രി എന്ന് മാത്രമാണ്. നമ്മളിനി കുറച്ചും കൂടി അങ്ങ് ദൂരെ പോകാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കൊക്കെ നടക്കുക തന്നെയാണ് വേണ്ടത്. അപ്പോൾ നമ്മളെപ്പോലെ തന്നെ ഒരുപാട് ആൾക്കാർ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. സമ്മർ ആയതുകൊണ്ട് നല്ല ചൂടും ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് രണ്ട് സൈഡിലും ചെറിയ ചെറിയ ഷോപ്സൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ വലിയ ഹിൽസൊക്കെ ആയിട്ടുണ്ട് ഇവിടെ. നമ്മൾക്ക് കുറേ അങ്ങ് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച ഈ വൈറ്റ് ഹട്ടിലേക്കൂടി വേണം നമ്മൾ അങ്ങ് സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സ്റ്റാച്യൂസ് ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ ഫുള്ള് ഗ്രാസ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലിങ്ങനെ ട്രീസ് വെച്ചിട്ടാണ് ഉള്ളത്. നല്ല രസമുള്ള സ്ഥലം തന്നെയാണ്. ഇത് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ ഇരിക്കാനുള്ള റെസ്റ്റിംഗ് പ്ലേസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇങ്ങനെ ഫ്ലോർ വെറ്റായിട്ടുള്ളത് കാണാൻ പറ്റും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹോട്ട് ആയതുകൊണ്ടാണ് തോന്നുന്നു. ഭയങ്കര ചൂടുള്ളതുകൊണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വീഴുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അങ്ങ് നോക്കി നിങ്ങൾ സ്റ്റാച്ചുവിനെ കാണാൻ പറ്റും കണ്ടോ. അപ്പോൾ അങ്ങോട്ടേക്ക് നടന്ന് എത്താനായിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ളിങ്ങനെ ഗ്രാസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ല സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇപ്പോൾ നമ്മളങ്ങ് നടന്നെത്താറായിട്ടുണ്ട്. ദൂരെ നോക്കി നിങ്ങൾ സ്റ്റാച്ചുവിൻ്റെ തല കാണാൻ പറ്റും. അതായത് നമ്മളവിടെ എത്താറായി എന്നാണ് കേട്ടോ. നല്ലൊരു റിഫ്രഷ്മെൻറ്റ് കിട്ടുന്ന പ്ലേസ് തന്നെയാണിത്. നമ്മൾ നടന്ന് കാല് ചെറുതായിട്ട് വേനെടുത്ത് തുടങ്ങി. അതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. നല്ല സ്ഥലമാണ് ഇവിടെ. നിങ്ങൾക്ക് അവിടെ തന്നെ ഇങ്ങനെ മിനറൽ വാട്ടറൊക്കെ ആയിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ. ഇവിടെ എക്സ്കലേറ്ററൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളങ്ങനെ നടന്നാണ് സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്താറായിട്ടുണ്ട്. ദൂരെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ വലിയ സ്റ്റാച്ചുവിനെ കാണാൻ പറ്റും.
അപ്പം എൻ്റെ അച്ഛനും അങ്ങനെ അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ ബാക്കിൽ തന്നെ നമ്മളും പോകുന്നുണ്ട് കേട്ടോ സ്റ്റാച്ചു കാണാൻ വേണ്ടി. പിന്നെ സ്റ്റാച്ചുവിൻ്റെ അങ്ങോട്ടേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നടക്കുന്നതിന് വരെ നമുക്ക് എക്സ്കലേറ്റർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലേക്ക് കൂടി ആയിട്ടും പോകാൻ പറ്റും. ഇവിടെ വേറെ അവർ ഇങ്ങനെ ഗ്രാസൊക്കെ ആക്കിയിട്ടുണ്ട്. ഗൈസ്, അവസാനം നമ്മൾ അങ്ങനെ സ്റ്റാച്ചുവിൻ്റെ അടുത്ത് എത്തി. സ്റ്റാച്ചുവിൻ്റെ കാലിൻ്റെ അത്ര പോലും ഇല്ല. നമ്മൾ ഇത്രക്കും വലുതാണ്. നമുക്ക് ഇവിടെ നോക്കി ഒന്നും മനസ്സിലാവില്ല, കാരണം നല്ല വെയിലായതുകൊണ്ട് മുകളിലോട്ട് നോക്കാൻ വരെ പറ്റുന്നുണ്ടായിട്ടില്ല. സ്റ്റാച്ചുവിൻ്റെ ചെരുപ്പിന് അത്ര പോലും നമുക്ക് ഹൈറ്റ് ഇല്ല. അതായത് അത്രക്കും വലുതാണെന്നാണ് അർത്ഥം. ഇവിടെ അങ്ങനെ നമ്മൾ സ്റ്റാച്ചുവിൻ്റെ മുകളിൽ നമ്മളൊന്നും കാണാനൊന്നുമില്ല. സ്റ്റാച്ചുവിനെ ജസ്റ്റ് ഒന്നിങ്ങനെ റൗണ്ട് അടിക്കാൻ വേണ്ടി മാത്രമല്ല സ്ഥലമുള്ളൂ അവിടെ നമ്മൾ നേരെ താഴോട്ടേക്ക് വരുന്നു. നമുക്ക് ആ മ്യൂസിയം ഒക്കെ കാണാനുണ്ട്. നർമ്മദ റിവറാണ് നിങ്ങൾ കാണുന്നത്. ഇപ്പോൾ നമ്മളങ്ങനെ സ്റ്റാച്ചുവിൻ്റെ അടുത്തുനിന്ന് ഇറങ്ങിയിട്ട് മ്യൂസിയത്തിലേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്, എൻട്രി ആൻഡ് എക്സിറ്റ് എന്നുള്ളത്. ഇപ്പോൾ ചില ആൾക്കാർ എൻട്രിയിൽ കയറുന്നുണ്ട്, ചില ആൾക്കാർ എക്സിറ്റിലേക്ക് കൂടി ഉള്ളിലോട്ട് കയറുന്നുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ബോർഡ് കാണാൻ പറ്റും. അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് ഏറ്റവും വലുത് എന്നുള്ളതാണത്. ആൻഡ് ഓൾസോ അത് സ്റ്റാച്യുവിൻ്റെ ഹൈറ്റ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സ്റ്റാച്യുവിൻ്റെ ഹെഡ് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇത് നരേന്ദ്രമോദി സാറിൻ്റെ ഫീഡ്ബാക്കാണ് കേട്ടോ. സാറിന് എഴുതിയിട്ടുള്ള ഒരു ഫീഡ്ബാക്കാണിത്. ഇത് ഫുൾ ഹിന്ദിയിലാണ് സാർ എഴുതിയിട്ടുള്ളത് കേട്ടോ. അപ്പം അച്ഛനോട് ഞാൻ എന്തൊക്കെയോ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുമെന്നാണ് ചോദിച്ചത് സത്യത്തിൽ. അപ്പോൾ ഇത് സർദാർ വല്ലഭായ് പട്ടേലിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ കുറേ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ് പോലത്തെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് കേട്ടോ. ഇതിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയുണ്ട്. ഇത് വരുന്നത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്ന്, അത് എത്ര വർഷം ആയി എടുത്തിട്ട്, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഇവിടെ കാണുന്നത് ആ സ്റ്റാച്യുവിൻ്റെ ഹെഡാണ് കേട്ടോ. ഈ ഹെഡിനെയും കാട്ടി വലുതാണ് റിയൽ സ്റ്റാച്യുവിൻ്റെ ഹെഡ്. അപ്പോൾ ഈ ഹെഡിന് ഇത്രയും വലുതാണ്. റിയൽ സ്റ്റാച്യു എത്ര വലുതായിരിക്കും നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതിനും കാട്ടി അപ്പുറമായിരിക്കും. നിങ്ങൾക്ക് ഒരുപാട് ഇങ്ങനത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പട്ടേലിൻ്റെ ആയാലും അത് ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ആയാലും നിങ്ങൾക്ക് ഒരുപാട് ഫോട്ടോസ് ഇങ്ങനെ കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് സ്റ്റാച്യുവിൻ്റെ മുകളിലാണ്. നമുക്ക് സ്റ്റാച്യുവിൻ്റെ മുകളിൽ കേട്ടൊരു ചെസ്റ്റ് പോർഷനിൽ നിന്നിട്ട് നമുക്ക് ഈ വ്യൂ ഫുള്ള് കാണാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് നമുക്ക് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്തത് എന്ന്, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് ഉണ്ട് കേട്ടോ. ഇവിടെ ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള സ്ഥലമാണ്. അങ്ങനെ നമ്മൾ എലവേറ്റർ കാത്ത് നിൽക്കുകയാണ് കേട്ടോ. വലിയ ക്യൂ തന്നെ ഉണ്ട് ബാക്കിൽ. അങ്ങനെ നമ്മൾ എലവേറ്ററൊക്കെ പിടിച്ച് കയറി ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മളിങ്ങ് മുകളിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കൺസ്ട്രക്ഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എങ്ങനെയാണ് അത് ഉണ്ടാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സത്യത്തിൽ ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട തന്നെ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നർമ്മദ റിവർ കാണാൻ പറ്റും. സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള ബോർഡ് കാണാൻ പറ്റും.
അങ്ങ് ദൂരെ നമുക്ക് ആ ഡാമും കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഫുൾ ഗ്ലാസ് ആണ്. അതിൻ്റെ മുകളിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നുള്ള പോസ്റ്ററും വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വ്യൂ ഒക്കെ സൂപ്പർ ഗുഡാണ് കേട്ടോ. നല്ല വ്യൂ ആണ് ഇവിടത്തേത്. ഇവിടെ ഫുൾ ഇങ്ങനെ ലൈറ്റൊക്കെ ഫിക്സ് ആക്കിയിട്ടുണ്ട്, ബ്ലൂ ലൈറ്റ്. സത്യത്തിൽ എനിക്കും അച്ഛനും ഇങ്ങനത്തെ കൺസ്ട്രക്ഷനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് നമ്മൾ പിന്നെ അങ്ങോട്ടേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് അവിടെ വെച്ചാൽ കാണാൻ പറ്റും, ഇങ്ങനെ ഒരുപാട് പാത്തൊക്കെ അവിടെ ആക്കിയിട്ടുണ്ട്, നടക്കാനുള്ള പാത്തൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ. കൺസ്ട്രക്ഷൻ ചെയ്യുന്ന നേരത്ത് അവർക്ക് യൂസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ അതൊക്കെ. ഫുൾ മാർബിളാണ് കേട്ടോ ഫ്ലോറിലെല്ലാം. ഞാൻ ലിഫ്റ്റ് വരാൻ കുറച്ച് നേരം എടുക്കുന്ന സെക്യൂരിറ്റി എടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ പിന്നെയും അങ്ങോട്ടേക്ക് തന്നെ പോയിട്ട് കുറച്ച് അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു. ഇതാണ് ഞാൻ പറഞ്ഞ ഹിസ്റ്റോറിക്കൽ റെക്കോർഡ്സ് പോലത്തെ കാര്യങ്ങൾ. ഇവിടെ പണ്ട് നടന്ന കാര്യങ്ങളെല്ലാം ഇവിടെ വിശദീകരിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലിംഗ് തന്നെയാണ് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഈ ലോകത്ത് നടന്നില്ല, എന്നാലും ഇവിടെ ഒരുപാട് ആൻഷ്യൻ്റ് ഫോട്ടോസൊക്കെ നമുക്ക് കാണാൻ പറ്റും. പട്ടേലിൻ്റെ ആയാലും ഗാന്ധിജീൻ്റെ ആയാലും ആരുടെ ആയാലും ഒരുപാട് ഫോട്ടോസ് ഉണ്ട് ഇവിടെ. പണ്ട് കാലത്ത് അവർ എത്രമാത്രം സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് മാർച്ചിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഒരുപാട് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരത് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളും അവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇത് മാത്രമല്ല, മാപ്സ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഗെയിം സ്റ്റേഷൻ തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് കുറച്ച് ക്വിസ് കാര്യങ്ങൾ തരും. അതിൽ നമുക്ക് അറിയുന്ന ആൻസർ ചെയ്ത് കഴിഞ്ഞിട്ട് കറക്റ്റാണോ റോങ് ആണോ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനത്തെ ഒരുപാട് ഡമ്മി ആയിട്ടുള്ള ലൈബ്രറികളൊക്കെ ഉണ്ട്. ഒരുപാട് പോസ്റ്ററുകളുണ്ട് ഇവിടെ. അപ്പോൾ ഞാനിപ്പോൾ കയറി ചെല്ലുന്നത് തിയേറ്ററിലേക്കാണ്. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, എങ്ങനെയായിരുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ പണ്ടത്തെ കാലത്തെ കാര്യങ്ങളും കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബേർഡ്സ് പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. ഇവിടെ ബേർഡ്സ് അല്ല ഉണ്ടാകുന്നത്, അതിൻ്റെ ഡമ്മി ബേർഡ്സ് ആയിരിക്കും ഉണ്ടാവുക. ബേർഡ്സ് മാത്രമല്ല, ഒരുപാട് ആനിമൽസിനെ പറ്റിയും ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞെങ്കിൽ നമുക്ക് ഒരുപാട് ബേർഡ്സിനെ പറ്റി ആനിമൽസിനെ പറ്റിയൊക്കെ ഇവർ പറഞ്ഞു തരുന്നതാണ്. ഇതൊക്കെ കാണേണ്ട കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. അത്രക്കും ബ്യൂട്ടിഫുൾ ആണ് കാണാൻ വേണ്ടി. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഡമ്മി ആയിട്ടുള്ള ബേർഡ്സിനെയും ആനിമൽസിനെയും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
നോയ്സ് ഒക്കെ ഇല്ലാത്തൊരു സ്ഥലം തന്നെയാണ് കേട്ടോ ഇത്. ഇവിടെ ഫാമേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ കാണിച്ചെന്ന ഡാമിനെ പറ്റി പറയുന്നതാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ വേണ്ടിയുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ തിയേറ്ററിൽ കാണുന്ന സാധനം തന്നെ പുറത്ത് കാണുന്നതായിട്ടാണ് ഇവിടെ ഉള്ളത്. തിയേറ്ററിൽ പോകാണ്ടുള്ളവർക്കാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലായാലും പോകാം കേട്ടോ. ഇവിടുത്തെ ഇന്റീരിയർ വർക്ക്സ് ഒക്കെ സൂപ്പർബാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മ്യൂസിയത്തിൽ നിന്ന് ഇറങ്ങാനായി. അങ്ങനെ നമ്മൾ എക്സിറ്റിലൂടെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൽ പുറത്ത് അത്രയ്ക്കും ചൂടായിരുന്നു നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ. ഇവിടെ ഒരുപാട് സീറ്റ്സ് ഒക്കെ ഒരു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വാലീസ് ഓഫ് ഫ്ലവേഴ്സിലേക്ക് കയറിയിട്ടുണ്ട്. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. നമുക്ക് മുകളിൽ നോക്കിയാണെങ്കിൽ കാണാൻ പറ്റും. മുകളിൽ നിന്ന് ഫുള്ള് വെള്ളം ഇങ്ങനെ പോയിരുന്നുണ്ട്. അത്രയ്ക്കും ചൂടാണ് സത്യത്തിൽ അവിടെ. ഇവിടെ ഒരുപാട് ഇങ്ങനെ കടകളായിട്ടുള്ള സ്റ്റാർബക്സും അതുപോലെ തന്നെ KFCയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അങ്ങനെ നമ്മൾ അവിടെയൊക്കെ കയറി ലാസ്റ്റ് ഡാമിൻ്റെ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. ഫ്ലവർ വാലിൻ്റെ അതിലെ കൂടി വേണം നമ്മൾ ഡാമിലേക്ക് പോകാൻ വേണ്ടി. ഇവിടെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ അങ്ങനെ വെയിലായിരുന്നു ഡാമിൻ്റെ അവിടെ. അവിടെ നമ്മൾ അത്ര നേരം നിന്നിട്ടുണ്ടായില്ല. ഇതാണ് ഗൈസ് ഡാം. ഇവിടെ നമുക്ക് ഒരുപാട് ഹിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇവിടെ അങ്ങ് ദൂരെ ബട്ടർഫ്ലൈ ഗാർഡനൊക്കെ ഉണ്ട്.
പക്ഷെ അത് വൈകുന്നേരം മാത്രമേ തുറക്കൂലൂ എന്നാണ് പറഞ്ഞത്. ഒരുപാട് ഫോറിനേഴ്സ് ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് വെള്ളം ഇങ്ങനെ സ്പ്രേ ചെയ്യുന്നത്. ചില ആൾക്കാർ വെള്ളം വീഴുന്ന കണ്ടിട്ടാണ് എല്ലാവരും മുകളിലോട്ട് നോക്കി നിൽക്കുന്നത്. ഫ്ലവേഴ്സ് വാലിയിൽ പിന്നെ ഫ്ലവർ അല്ലാണ്ട് പിന്നെ എന്തല്ലേ മെയിനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തിനൊക്കെ ഉണ്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയൊക്കെ ഉള്ളത്. ഒരുപാട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. സ്റ്റെപ്പൊക്കെ കയറി അങ്ങ് മുകളിലെത്തിയിട്ടുണ്ട്. അങ്ങ് ദൂരെ നോക്കണമെങ്കിൽ ആ സ്റ്റാച്ചു കാണാൻ പറ്റും കേട്ടോ. ഇവിടെ മുഴുവൻ ഫ്ലവേഴ്സാണ്. അതിൻ്റെ അവിടെ അടുത്തായിട്ട് തന്നെ ആ ഫ്ലവറിനെ പറ്റിയുള്ള കാര്യങ്ങളും അതിൻ്റെ പേരും അവരിങ്ങനെ ബോർഡിലാക്കിയിട്ട് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഫ്ലവർ ഉണ്ട്. മാരിഗോൾഡും അതുപോലെ തന്നെ വെറൈറ്റി ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. ഇവർ വലിയൊരു ബൊട്ടാനിക്കൽ ഗാർഡൻ പോലെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ല രസമാണ് ഇവിടെയൊക്കെ കാണാൻ വേണ്ടി. നല്ല മൈൻഡ് റിലീഫ് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇത്. അങ്ങനെ നമ്മൾ യൂണിറ്റി ഗ്ലോ ഗാർഡനിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടായിരുന്നു വന്നപ്പോൾ. ഇവിടെ കൂടുതലും രാത്രിക്ക് കാണാനാണ് രസം. അങ്ങനെ നമ്മൾ ആടുന്ന് ലെപ്പേർഡാണ് കേട്ടോ. സ്റ്റാച്ചുവിൻ്റെ അടുത്തടുത്തായിട്ടാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഉള്ളത്. ഇവിടെ തന്നെ ഇവർ ജീപ്പ് റൈഡും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് അങ്ങനെ നോക്കിയാണെങ്കിൽ പുള്ളിപ്പുല്ലിനെ കാണാം കേട്ടോ. നല്ല രസമാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഒരു ബെസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക്. അത് ബ്ലാക്ക് പാൻഡറാണ് കേട്ടോ. ശരിക്കും കാണാൻ നല്ല രസമുണ്ടല്ലേ. അവർ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് വാട്ടർഫാൾസൊക്കെ പോലെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഒരു ഫോറസ്റ്റ് വൈബ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. അപ്പം നമ്മളങ്ങനെ ഇവരൊക്കെ കണ്ട് നമ്മൾ അവിടുന്ന്
പോക്കായി. ഇനി വേറെ ആനിമൽസിന് അങ്ങോട്ടേക്കാണ് പോകുന്നത്. നമുക്കൊരു നോട്ടൊക്കെ കാണുമ്പോൾ ശരിക്കും പേടിയാവും കേട്ടോ. They are looking so cool. ഇങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്നേക്ക് പാർക്ക് പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ നിന്നാണ് ഞാൻ പറഞ്ഞ ജീപ്പ് റൈഡ് പോലത്തെ റൈഡ്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറി ഇവിടെ വെറൈറ്റി ടൈപ്സ് ഓഫ് സ്നേക്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇവിടെ സ്നേക്സ് മാത്രമല്ല വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് കാണാത്തതും കേൾക്കാത്തതുമായിട്ടുള്ള ആനിമൽസിനെല്ലാം നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവിടെ ഫിഷസും ഉണ്ട് കേട്ടോ, സ്നേക്സ് മാത്രമല്ല. ഗൈസ്, നമുക്ക് ജീപ്പ് റൈഡ് കയറാൻ പറ്റുന്നുണ്ടായില്ല, കാരണം എൻ്റെ ടൈം ഓൾറെഡി തീർന്നായിരുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും പോകുമ്പോൾ ടൈമൊക്കെ കറക്റ്റാക്കി കുറച്ച് നേരത്തെ പോകാൻ വേണ്ടി നോക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ടു ദ ചാനൽ ആൻഡ് സപ്പോർട്ട് മീ. സോ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.